ഇപ്പോൾ ആറ്റിങ്ങലിൽ നിന്നൊരു വാർത്ത വരുന്നു. സുജയ പറഞ്ഞു പുളിമൂട് ബൂത്തിലാണ്. അതെ, പുളിമൂട്ടിൽ എന്തോ സംഭവിക്കുന്നു. അതെ, പുളിമൂട് ബൂത്തിൽ വോട്ടർമാരുടെ പ്രതിഷേധമുണ്ട്. എന്താണ് പ്രതിഷേധം? രാവിലെ മുതൽ അവിടെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. രാവിലെ വന്നിട്ട് മടങ്ങിയവർ വീണ്ടും മണിക്കൂറുകളായി വരി നിൽക്കുന്നു. അവരെ രാവിലെ വന്നപ്പോൾ പ്രശ്നം, തിരിച്ച് വൈകിട്ട് വന്നപ്പോൾ പിന്നെയും പ്രശ്നം. അതെ, അല്ലമീൻ അവിടെയുണ്ട്. അല്ലമീൻ, എന്താണ് പോളിംഗ് മന്ദഗതിയിൽ പോകുന്നത്? ചിലയിടങ്ങളിൽ ഇപ്പൊ നമ്മൾ വടകരയിൽ നിന്ന് സാനിയോ ഇപ്പൊ നമ്മളോട് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ ഈ വോട്ടിംഗ് വൈകിപ്പിക്കുന്നു എന്നതാണ് അവിടുത്തെ പരാതി. അതേ പരാതിയാണോ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പുളിമൂട് ബൂത്തിലുമുള്ളത്? അരുൺ, നമ്മൾ തൊട്ട് മുമ്പാണ് ഇവിടെ എത്തിയത്. വലിയ നീണ്ട ക്യൂ, വോട്ടർമാരുടെ വലിയ ക്യൂ നമുക്കിവിടെ പ്രകടമാണ്. വോട്ടിംഗ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് നീണ്ട ക്യൂ കാണുന്നത്. സാധാരണ ഇത്തരം മേഖലകളിലൊക്കെ വൈകുന്നേരങ്ങളിൽ അവസാന മണിക്കൂറിൽ ക്യൂ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ വോട്ടർമാർ വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്നൊരു സാഹചര്യമുണ്ട്. വോട്ടിംഗ് നീങ്ങുന്നില്ല, അടുത്ത നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നിരവധി പേർ ഈ ക്യൂവിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് രാവിലെ മുതൽ ഈ ബൂത്തിൽ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, രാവിലെ വന്നിട്ട് ഈ വലിയ ക്യൂ ആയതുകൊണ്ട് തന്നെ പലരും മടങ്ങിപ്പോയത്രേ. അവർ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം മടങ്ങി വന്നെങ്കിലും വീണ്ടും അവർക്ക് ക്യൂവിൽ നിൽക്കേണ്ട സാഹചര്യമാണ് എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. വലിയ പ്രതിഷേധം, ഉദ്യോഗസ്ഥരുമായൊക്കെ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പോളിംഗ് ബൂത്തിനകത്ത് നിന്ന് ഉദ്യോഗസ്ഥർ ഇറങ്ങി വന്നിവരെ അനുനയിപ്പിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ എന്നിട്ടും വഴങ്ങാതെ വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു ഇത്ര നേരം വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വോട്ടിംഗ് സമയം അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കുക, ഏതാണ്ട് 1 മണിക്കൂർ മാത്രമാണ് ശേഷിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും, പക്ഷേ മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്നു എന്നൊരു ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. പലരും മടങ്ങിപ്പോയി എന്നുള്ളൂടെ പറയുന്നുണ്ട്. മനു, നമ്മുടെ ഒരു വോട്ടർമാരുടെ പ്രതികരണത്തിലൂടെ പോകും. എന്താണ് വലിയ പ്രതിഷേധം നടക്കുന്നത് വെച്ചാൽ 1457 വോട്ടർമാർ ഇവിടെ ഉണ്ട്. ഈ വോട്ടർമാർക്ക് നേരത്തെ 2 ബൂത്തായിട്ടാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒറ്റ ബൂത്താക്കിയ കാരണത്താലാണ് ഇങ്ങനെ വരുന്നത്. 43 വോട്ടർമാരുടെ കുറവ് കൊണ്ടാണ് ഈ രണ്ട് ഒറ്റ ബൂത്താക്കിയത്. ഇവിടെ 1100 വോട്ടർമാരിൽ കുറയാതെ വോട്ട് ചെയ്യുന്നവരാണ് ഈ ഇവിടെയുള്ളവർ. കുറഞ്ഞതും 1100 വോട്ടെങ്കിലും ഇവിടെ നടക്കും. കഴിഞ്ഞ കാലങ്ങളിലും അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് മടങ്ങിപ്പോയി. നേരത്തെ ഒരു 4 പേര് വന്ന് അവർ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയി. ഇപ്പോൾ 4-5 പേര് വന്ന് അവരും വോട്ട് ചെയ്യാതെ പോയി. ഞാൻ ഒരു 3 മണിക്കൂർ ക്യൂവിൽ നിന്നതിന് ശേഷമാണ് എനിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഒറ്റ ബൂത്താക്കിയതും വോട്ടിംഗ് സ്റ്റാഫുകളുടെ ഡിലേയുമാണ് ഇതിന് പ്രധാന കാരണമായിട്ടുള്ളത്. വളരെ രാവിലെ ഇത് തന്നെ ക്യൂ ഉണ്ട്, വളരെ സ്ലോയിലാണ് പോകുന്നത്. സ്ത്രീകളാണ് രാവിലെ ഇതേ കണക്കിന് ക്യൂ ഉണ്ട്. 2 സ്ത്രീകൾ പോകുമ്പോഴാണ് ഒരു പുരുഷനെ വിടുന്നത്. എന്നിട്ട് കൂടിയും ഈ ഇഴഞ്ഞാ നിങ്ങൾ കണ്ടില്ല ക്യൂ വയ്ക്കുന്നത്. ഇത്രയും ക്യൂ വയ്ക്കുകയാണ് ഇവരിപ്പോഴും. തുടങ്ങിയ സമയം മുതലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. തുടങ്ങിയ സമയം 2 ബൂത്തിന് വേണ്ടിയുള്ള ഒരു ബൂത്താണിത്. അത് അവർ സ്പ്ലിറ്റ് ചെയ്യാത്തതാണ് പർപ്പസായിട്ട്. 2 ബൂത്തിന് 1547, 1501 മുതൽ സ്പ്ലിറ്റ് ആക്കാനുള്ളതല്ലേ, ചെയ്തില്ല. അതാണ് കൂടുതൽ വോട്ടർമാരുള്ള ഒരു ബൂത്താണ്. അതിന് 2 ബൂത്ത് അല്ലെങ്കിൽ 3 ബൂത്ത് വേണ്ടതാണ്. ചുരുങ്ങിയത് 2 ബൂത്തെങ്കിലും വേണ്ടതാണ്. സാധാരണഗതിയിൽ 2 ബൂത്ത് ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്ത് മടങ്ങി. ബൂത്തിൽ 1500ഓളം വോട്ടർമാരുണ്ട്. അങ്ങനെ വന്നാൽ സാധാരണ ഒരു പോളിംഗ് ഓഫീസറെ കൂടെ കൊടുക്കും. പക്ഷേ ഒരു വോട്ടിംഗ് മെഷീൻ മാത്രമേ അവിടെ കാണുകയുള്ളൂ. അതാണ് പ്രശ്നമല്ലേ എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം കഴിഞ്ഞ തവണയൊക്കെ ഇവിടെ മുമ്പും ബൂത്ത് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. എൻ്റെ നാടിൻ്റെ അടുത്തും കൂടിയാണ്. ഞാനും വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന വഴി നമ്മുടെ ബൂത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ ഇറങ്ങുന്നത്. അപ്പോൾ സാധാരണ 2 ബൂത്ത് ഉണ്ടാകാറുണ്ട്. ആളുകളെല്ലാം വന്ന് സുഗമമായി വോട്ട് ചെയ്ത് പോകുന്നതാണ്. കഴിഞ്ഞ തവണ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. പക്ഷേ ഇത്തവണ ഈ രീതിയിൽ എല്ലാവർക്കും ഒറ്റ ബൂത്ത്, ഉദ്യോഗസ്ഥരുടെ കുറവ്, ഒരു വോട്ടിംഗ് മെഷീൻ, അതിൻ്റേതായിട്ടുള്ള പ്രശ്നം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സ്വാഭാവികമായും നമ്മൾ രാവിലെയൊക്കെ കണ്ടതാണ്. രാവിലെയൊക്കെ എല്ലാ ബൂത്തിലും വലിയ രീതിയിൽ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ ചൂട് കാരണം, വെള്ളിയാഴ്ച ദിവസം കാരണമൊക്കെ പിന്നീട് ചെറിയൊരു വോട്ടിങ്ങിലൊരു മന്ദതയുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആളുകൾ കൂട്ടമായി എത്തുകയാണ്. അപ്പോൾ അങ്ങനെ ആളുകൾ കൂട്ടമായി എത്തുന്നതോടുകൂടിയും ഈ മുമ്പോട്ട് പോകാത്തൊരു സാഹചര്യമുണ്ട്. ഇനി നിൽക്കുന്നവർക്കൊക്കെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ 6 മണി കൊണ്ട് എത്രത്തോളം പൂർത്തിയാക്കാനാകുമെന്നൊരു സംശയം ഇവർ ഉന്നയിക്കുന്നത്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. സ്ത്രീകളുടെ വലിയൊരു നിര ഇവിടെ കാണാനുണ്ട്. അതിൻ്റെ പകുതിയോളം പുരുഷന്മാരുമുണ്ട്. 3-4 സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുമ്പോഴാണ് ഒരു പുരുഷന് വോട്ട് ചെയ്യാൻ അവസരം കിട്ടുക എന്നുള്ളതാണ് പറയുന്നത്. ഒരു മാസമേ ഉള്ളൂ പ്രസവിച്ചെടുത്ത കുട്ടികൾ. 1 മാസം കുഞ്ഞിനെ കൊണ്ട് കിടത്തിയിട്ട് വന്നിരിക്കുകയാണ്. ത്തിൽ ഗർഭസ്ഥ ശിശുക്കളെ വരെ, അതായത് 1 മാസം പ്രായമായ കുട്ടികളെ വരെ വീട്ടിൽ കിടത്തിയിട്ട് മണിക്കൂറുകളായി അമ്മമാർ ഇവിടെ വന്ന് കാത്തു നിൽക്കുന്നു എന്നുള്ള പരാതി കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെ പരിഹരിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി കൊണ്ടുവരികയോ അല്ലെങ്കിൽ അത് പ്രായോഗികമല്ല അക്കാര്യത്തിൽ സംശയമില്ല അരുൺകുമാർ. അങ്ങനെ തന്നെ മനസ്സിലാക്കാനാകുന്നത്. കാരണം പലരും പോയിട്ട് ഈ വോട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ട് സാധിക്കാതെ ഈ ക്യൂ കണ്ട് കണ്ണം തള്ളി മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവിടെ നിന്ന് ഇപ്പോഴൊന്നും തീരില്ല എന്നറിയാം. പോയിട്ട് പിന്നീട് വരാമെന്നുള്ള രീതിയിൽ പലരും മടങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ നിരവധി പേർ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഒരുപക്ഷെ അവർ പ്രതീക്ഷയിൽ ഇനി മടങ്ങി വരികയാണെങ്കിൽ 6 മണിക്ക് മുമ്പ് അവർ വരുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്കും ഈ ക്യൂവിൽ നിൽക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ ഇനിയും മണിക്കൂറുകൾ നീണ്ടു പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം നമ്മൾ വന്നിട്ടും വലിയ രീതിയിൽ ആളുകൾ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമില്ല. ആ കണ്ട ക്യൂ അതുപോലെ നിൽക്കുകയാണ്. ആളുകൾ കൂടുതൽ അവിടെ നിൽക്കുന്നുണ്ട്. അതിനകത്തിന് ഏത് രീതിയിലൊരു പ്രശ്നപരിഹാരം എന്നുള്ളതും അതൊരു ചോദ്യമാണ്. ഇപ്പോൾ അല്ലമീൻ നിൽക്കുന്നത്.